ചാനൽ ക്രിയേറ്റീവ് വേൾഡ് വിത്ത് മീ 2.7. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു കിടുക്കാച്ചി ഡ്രിഫ്റ്റ് വുഡ് പ്ലാന്റിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡ്രിഫ്റ്റ് വുഡ് പ്ലാന്റിംഗ്, ചെറിയ ചെറിയ ഡ്രിഫ്റ്റ് വുഡുകൾ എടുത്തിട്ട് അതിൽ പ്ലാന്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്, വലിയൊരു ഡ്രിഫ്റ്റ് വുഡ്, ഏകദേശം ഇത്രയും വരുന്ന ഒരു ഡ്രിഫ്റ്റ് വുഡ് എടുത്തിട്ട് അതിൽ പ്ലാന്റിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെയും ഇനി എല്ലാ വീഡിയോസും ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റിയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അത് രേഖപ്പെടുത്തിയില്ലെങ്കിലും ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ ഒന്ന് കാണട്ടെ ഡ്രിഫ്റ്റ് വുഡ് പ്ലാന്റിങ് എന്താണെന്നൊന്ന് അവർ അറിയട്ടെ. ഓക്കെ, അപ്പോൾ വലിയൊരു ഡ്രിഫ്റ്റ് വുഡിൽ നമ്മൾ എന്താണ് നടാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കിഡാണ് നടുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിതാ കാണുന്നതാണ് ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ്. ഞാൻ പറഞ്ഞില്ലേ ആ വലിയൊരു ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ ആ വലിയ ഡ്രിഫ്റ്റ് വുഡ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഡ്രിഫ്റ്റ് വുഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്യുകയാണ്. ഇത്രയും ഭാഗം കട്ട് ചെയ്യും. പിന്നെ നമ്മളെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ചെറിയ ചാല് പോലത്തെ ഭാഗം, നമ്മളിതൊന്ന് കൊത്തി നീറ്റാക്കുന്നതായിരിക്കും. ഇതൊരു കുറച്ചുകൂടെ ചാല് പോലെ ആക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് മതി കേട്ടോ. നമ്മളത് ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ വയ്ക്കാം. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചീങ്കണ്ണിയെ പോലെ തോന്നിക്കുന്നില്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഡ്രിഫ്റ്റ് വുഡ് ആക്കാൻ തീരുമാനിച്ചത്. ഇതാണ് നമ്മളെ ഡ്രിഫ്റ്റ് വുഡ്. ഓക്കെ, നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വുഡ് നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെടി വയ്ക്കാൻ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് അടയ്ക്കണം, ഒന്ന് കവർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ പീസ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനത്തെ ഒരു അടപ്പും കൂടെ വെച്ച് ഓക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓക്കെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ. ഓക്കെ, ഇങ്ങനെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചകിരി കഷ്ണങ്ങളുണ്ടല്ലോ, ഈ ഒരു ചെറുതാക്കി കട്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യണം, ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഡ്രിഫ്റ്റ് വുഡ് പ്ലാന്റിങ്ങിനായിട്ട് ആവശ്യമുള്ളത് നമ്മളെ ഡ്രിഫ്റ്റ് വുഡ്, തൊണ്ട്, ചകിരി, അതുപോലെ തന്നെ കരിക്കട്ട, പിന്നെ നമ്മൾ ഓർക്കിഡിൻ്റെ തൈകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2 തൊണ്ടുകൾ എടുത്തിട്ട് സൈഡിലോട്ട് വയ്ക്കാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആ ചകിരിയും അതുപോലെ തന്നെ കരിക്കട്ടയും ഇട്ട് ഓർക്കിഡ് വെച്ചിട്ട് തൈയും വെച്ചിട്ട് ഇങ്ങനെ തൈ വയ്ക്കും. ആദ്യം തൈ വയ്ക്കും, എന്നിട്ട് ചകിരിയും കരിക്കട്ടയും ഇട്ടിട്ട് നമ്മുടെ ഇത് ചുറ്റിക്കെട്ടും കേട്ടോ. അതാ അമ്മ ഇതാ ഇവിടെ ഇടുന്നുണ്ട്. കരിക്കട്ട ഇട്ട് കഴിഞ്ഞു, കുറച്ച് ചകിരി, 4 തൈകളാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു തൈ നടുന്നത് കാണാം. നമ്മളതിൻ്റെ വേരിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള കരിക്കട്ട ഇടുന്നു. നിറയ്ക്കണ്ട, അത്യാവശ്യം ശകലം ഇട്ടാൽ മതി. എന്നിട്ട് അതിനെ പുറത്ത് ഈ ചകിരി, തൊണ്ടിൽ നിന്നും വേർപെടുത്തിയെടുത്ത് ഈ ചകിരി അതിലോട്ട് വെക്കണം. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അത് അടുത്തത് നമുക്ക് നോക്കാം സെറ്റ് ചെയ്യുന്നത്.
ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം നമ്മുടെ ഈ കയറുണ്ടല്ലോ, ഇതവിടെ കയറ് നമ്മൾ ഈ എൻഡിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് കെട്ടി 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 നമ്മൾ അവസാനം വരെ കൊണ്ടെത്തിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളണം. ഓക്കെ ഓക്കെ നമുക്കിനി കയറിട്ട് കെട്ടാം. നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കെട്ടിടാം. നമ്മളൊരു കെട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റി 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 വരും. ഓക്കെ, ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റി തുടങ്ങാം. ചുറ്റുന്ന അറിയാമല്ലോ, ചുറ്റുന്നത് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, മാതിരി നമ്മൾ അപ്പോൾ കയറ് വെച്ച് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി കിട്ടുന്നത്. അപ്പോൾ മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് ഹാങ് ചെയ്തിട്ട് രാവിലെ ഒരു വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മളെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു ഡ്രിഫ്റ്റ് പ്ലാന്റിംഗ് ആണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.